നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നിലവിൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഷെയർ ചെയ്യുകയാണ്. പെൻഷൻ വിതരണത്തിൽ കൂടുതൽ തുക, അതായത് 2 അതിലധികമോ ഗഡുക്കളൊക്കെ ലഭിക്കുമെന്ന് ചിലർ ഇത്തരത്തിൽ അറിയിപ്പുകൾ നൽകുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള അറിയിപ്പുകൾ നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരിച്ചവയല്ല. അതായത് 2000 രൂപ തന്നെയായിരിക്കും സാധാരണഗതിയിൽ ഈ മാസത്തെ വിഹിതം, അതുതന്നെയായിരിക്കും നമുക്ക് എത്തിച്ചേരുകയും. എന്നാൽ 4000 രൂപ വരെയൊക്കെ ലഭിക്കും എന്ന തരത്തിൽ അറിയിപ്പുകൾ വരുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ഒരുപാട് തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ ലഭിക്കുന്ന ആനുകൂല്യം തന്നെ അതെല്ലാ മാസങ്ങളിലും ലഭിക്കുന്നത് പോലെ തന്നെ 25-ന് ശേഷമായിരിക്കും വിതരണം നടക്കുക. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് 6 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുന്നതിന് തീരുമാനമായിട്ടുണ്ട്. സർക്കാരിൽ നിന്നും 50 കോടി രൂപയെ പ്രത്യേക സഹായമായിട്ട് ലഭിച്ചു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റ് ക്ഷേമനിധി ബോർഡിൽ നിന്ന് സർക്കാർ ഗ്യാരണ്ടിയോടെ തന്നെ ഇപ്പോൾ വായ്പ ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ തുകയെല്ലാം വിനിയോഗിച്ചാണ് 1600 രൂപ വീതം 6 മാസത്തെ ധനസഹായം, ഏകദേശം 9600 രൂപയ്ക്ക് മുകളിൽ തുക ഇപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു സഹായം തന്നെയാണിത്. അപ്പോൾ ധനസഹായത്തിൻ്റെ വിതരണം ഈ ആഴ്ചയോടെ അടുത്ത ആഴ്ചയോടെ തന്നെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് കർഷക തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി 10000-ഓളം പേർക്ക് കൂടി അംഗീകാരം നൽകിയതായിട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. അവർക്ക് ഇനി പ്രതിമാസ പെൻഷൻ ലഭിക്കുന്നതുമായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ കണക്ട് ടു വർക്ക്, സ്ത്രീ സുരക്ഷ തുടങ്ങിയ പെൻഷൻ സ്കീമുകളിലേക്കും അപേക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുന്ന പദ്ധതികളുണ്ട്. അപ്പോൾ ഇത്തരം പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി, അക്ഷയ, കോമൺ സർവീസ് സെൻ്ററുകൾ, ജനസേവാ കേന്ദ്രങ്ങൾ വഴിയൊക്കെ അപേക്ഷകൾ വെക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള സർക്കാർ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റ് മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട കോഴ്സുകളെല്ലാം പാസ്സായ ശേഷം സ്കിൽ കോഴ്സുകൾ, നൈപുണ്യ കോഴ്സുകളൊക്കെ ചെയ്യുന്നവർക്കും ഈ ഒരു 1000 രൂപ വീതമുള്ള ധനസഹായത്തിന് അപേക്ഷ വെക്കാൻ സാധിക്കും. സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതി മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് മാത്രമായിരിക്കും. BPL, AAB ഈ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള 35-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായിരിക്കും രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ കഴിഞ്ഞ ദിവസം 65,000-ഓളം BPL റേഷൻ കാർഡുകൾ ഇഷ്യൂ ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങൾ ഇത് സംബന്ധിച്ചുള്ള, അതായത് വിതരണ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയും സർക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. BPL റേഷൻ കാർഡിൽ മുൻപുണ്ടായിരുന്ന അനർഹർ സ്വമേധയാ മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധനകളിലൂടെ നിരവധി കാർഡുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒഴിവുകളെല്ലാം നികത്തിയിട്ടുണ്ട്. അപ്പോൾ അർഹതയുള്ളവരുടെ ഫോണുകളിലേക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയിപ്പ് മെസ്സേജായിട്ട് ലഭിക്കും. BPL റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കിത് ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ എത്തിച്ചേർന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി സാധിക്കും. അടുത്ത മാസം മുതൽ അവർക്ക് മുൻഗണനാ വിഭാഗത്തിലെ കാർഡുകൾക്ക് ലഭ്യമാകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അങ്ങനെയുള്ളവർക്കും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ BPL റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളിലേക്ക് അപേക്ഷ വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി, അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ സ്കീമുകളിലേക്ക് അപേക്ഷ വെക്കാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഭാഗത്തുനിന്ന് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.